എന്നാൽ പേര് ഇതുവരെയും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആരാണ് ഈ വ്യക്തി, പ്രൊഡക്ഷൻ കൺട്രോളർ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മീഡിയ നൽകിയ അഭിമുഖത്തിലാണ് ഈ വ്യക്തി, വഞ്ചിച്ച വ്യക്തിയുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ബാദുഷ, പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷയാണ് ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തി എന്നുള്ളത് നമ്മളോട്, മീഡിയ വണ്ണോടാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇതേ പരാതിയുമായി വരാനുള്ള സാധ്യതയില്ലേ? അതും സാമ്പത്തികമായിട്ടുള്ള ചതിയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കേസ്, പരാതി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം, ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ സ്ത്രീയെന്നോ പുരുഷനിലോ വ്യത്യാസമില്ലാത്ത രീതിയിൽ തന്നെ അവർ മാറ്റി നിർത്തപ്പെടുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ എത്ര വലിയ നഷ്ടം കഴിഞ്ഞ സിനിമകളിൽ നിന്ന് ഹരീഷിന് ഉണ്ടായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാം. ഇനി വരാനിരിക്കുന്ന പ്രൊജക്ടുകൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റുമായി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇനി എന്താണ് പ്ലാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം തിരികെ മലയാള സിനിമയിലേക്ക് എത്തുന്ന മധുരക്കണക്ക് എന്ന പുതിയ സിനിമയിലാണ്. ഹരീഷ് പേരടി നിർമ്മാണം നിർവഹിക്കുന്ന സിനിമയിലൂടെ അദ്ദേഹം തിരിച്ചു വരികയാണ്. വില്ലൻ വേഷത്തിലേക്കാണ് പുതിയ കടന്നുവരവ്. എന്നാൽ ഈ കാലഘട്ടത്തിലുടനീളം കോവിഡിന് ശേഷം ഉണ്ടായ വലിയ മലയാള സിനിമയ്ക്കുണ്ടായ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം കൂടെ ഹരീഷ് കണാരൻ പങ്കുവെക്കുന്നുണ്ട്. ഇതിൽ നേരത്തെ സംഘടനയ്ക്ക് പരാതി നൽകിയെന്ന് പറയുന്നു. MMA സംഘടന ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും നടത്തുക? അതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തതയൊന്നും ലഭിച്ചിട്ടില്ല. അവർക്ക് ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പരാതി നൽകിയിരുന്നു, ജനറൽ സെക്രട്ടറിയോട് നേരിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഒരു ഔദ്യോഗിക പരാതിയായിട്ടോ മറ്റോ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ അഭിമുഖങ്ങളിലെല്ലാം ഇദ്ദേഹം ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ സജീവമാണ് എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപും ഇത്തരത്തിൽ പലരും മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളിൽ സംഘടനകളിൽ, സിനിമാ സംഘടനകളിൽ നൽകിയിട്ടുള്ള പരാതികളിൽ എത്രത്തോളം നിയമപരമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ്. മാറ്റി നിർത്തപ്പെടുന്ന താരങ്ങൾക്കും ടെക്നീഷ്യൻസിനും, അതായത് ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും നിയമപരമായിട്ടുള്ള എന്ത് നടപടിയാണ്, എന്ത് ബാക്കപ്പാണ് നമുക്ക് നൽകാനുള്ളത് എന്നുള്ള ചോദ്യം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടായ സാഹചര്യങ്ങൾ വിലയിരുത്തിയ സമയങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ആ ചർച്ച തുടരുന്നു എന്നുള്ളതല്ലാതെ എന്ത് തരത്തിലുള്ള നിയമ നടപടികളിലേക്കാണ് ഇവർക്ക് കടക്കാനാവുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സിനിമയുടെ അണിയറ പ്രവർത്തകരിലോ സംഘടനാ പ്രവർത്തകരിലോ ഒരു വ്യക്തത നൽകിയിട്ടില്ല. ഒരു ചതി ആയതുകൊണ്ട് അതിൽ സംഘടന എങ്ങനെ ഇടപെടും എന്നുള്ളതിൽ ആശങ്കയുണ്ടോ ഹരീഷിന്? ഹരീഷ് സംസാരിക്കുന്നതിൽ അതുണ്ടോ? ഇനി ഇടപെടുകയാണെങ്കിൽ തന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച്, ഇല്ലെങ്കിൽ അത് അന്വേഷിക്കുക എന്നതിലേക്കായിരിക്കുമോ കടക്കുക? അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നോ? ഇല്ല, അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്, അതായത് മധുരക്കണക്ക് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. തോന്നുന്നു ബാക്കിയുള്ളത് സംഘടനയുമായി ചേർന്നുണ്ടാകേണ്ട തീരുമാനമാണ്. തുടർന്നുള്ള നടപടികളെ കുറിച്ചും സംഘടനയും ബാധിക്കപ്പെട്ട മനുഷ്യരുമായിരിക്കും ചർച്ച ചെയ്യേണ്ടിയിരിക്കുക. ഈ ധന്യ പറഞ്ഞ കാര്യങ്ങളിലുള്ള വ്യക്തതകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി ചന്ദ്ര.